ഗുഡ് മോർണിംഗ് USA കാനഡ ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകളിലേക്ക്. ഇനി ട്രംപിനുള്ളത് പോൺ താരം സ്റ്റോമി ഡാനിയൽസുമായുള്ള ലൈംഗിക ബന്ധം മറച്ചുവെക്കാൻ നൽകിയ പണത്തിന്റെ കേസ്. ബിസിനസ് വഞ്ചന കേസിൽ കീഴ്ക്കോടതി പിഴയെ ചുമത്തിയ $454 മില്യൺ കോടതി ഒഴിവാക്കി. വാർത്തകൾ വിശദമായി. ബിസിനസ് വഞ്ചന കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം. കീഴ്ക്കോടതി ചുമത്തിയ $454 ബില്യൺ പിഴ 5 അംഗ അപ്പീൽ കോടതി റദ്ദാക്കി. കുറ്റം നടന്നിട്ടുണ്ടെന്നും എന്നാൽ ചുമത്തിയിരിക്കുന്ന പിഴ അമിതമാണെന്നുമാണ് 2 അപ്പീൽ ജഡ്ജിമാർ ഉത്തരവിട്ടത്. കേസ് സമ്പൂർണ്ണ വിജയമെന്ന് ട്രംപ് പ്രതികരിച്ചു. എന്നാൽ വിധിക്കെതിരെ റിവ്യൂ ഹർജി നൽകുമെന്ന് ന്യൂയോർക്ക് അറ്റോർണി ജനറൽ വ്യക്തമാക്കി. ട്രംപ് തട്ടിപ്പിന് ഉത്തരവാദിയാണെങ്കിലും ഏകദേശം $100 മില്യൺ പിഴ അമിതമാണെന്നും കഠിനമായ ശിക്ഷയ്ക്കെതിരായ ഭരണഘടനാ സംരക്ഷണ നിയമങ്ങൾ ലംഘനമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഈ പിഴവിലാണ് ട്രംപ് പിഴയടക്കുന്നതിൽ നിന്നും രക്ഷപ്പെട്ടത്. അതേസമയം പോൺ താരം സ്റ്റോമി ഡാനിയൽസുമായി ലൈംഗിക ബന്ധം മറച്ചുവെക്കാൻ പണം നൽകിയതിനും ഇതിനായി തന്റെ ബിസിനസ് രേഖയിൽ കൃത്രിമത്വം കാട്ടിയതിനും കേസ് ട്രംപിനെതിരെയുണ്ട്. 2024 ഫെബ്രുവരിയിലാണ് ട്രംപിന് $335 മില്യൺ പിഴ കീഴ്ക്കോടതി വിധിച്ചത്. ഈ തുക ഒടുക്കാത്തതിനെ തുടർന്ന് പലിശ വളർന്ന് $515 മില്യൺ എത്തി. എന്നാൽ ഈ വിധിയെ മേൽക്കോടതി ചോദ്യം ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ന്യൂയോർക്ക് കോടതി ഡൊണാൾഡ് ട്രംപിനെയും ട്രംപ് ഓർഗനൈസേഷനെയും ശിക്ഷിച്ചത്. സർക്കാർ തങ്ങളുടെ പൗരന്മാർക്ക് മേൽ അമിതമായ ശിക്ഷകൾ ചുമത്തുന്നത് വിലക്കുന്ന ഭരണഘടനയിലെ 8ാം ഭേദഗതിയെ പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു ഇപ്പോഴത്തെ അപ്പീൽ കോടതി വിധി. എന്തായിരുന്നു ട്രംപും പോൺ താരം സ്റ്റോമി ഡാനിയൽസുമായുള്ള പണമിടപാട് കേസ്? പോൺ താരം സ്റ്റോമി ഡാനിയൽസുമായി ലൈംഗിക ബന്ധം മറച്ചുവെക്കാൻ പണം നൽകിയെന്നും ഇതിനായി തന്റെ ബിസിനസ് രേഖകളിൽ കൃത്രിമത്വം കാട്ടിയെന്നുമുള്ള കേസ് അടക്കം ട്രംപിനെതിരെ കോടതി ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. ട്രംപുമായി 2006 ലൈംഗിക ബന്ധം വിശദമായി കോടതിയിൽ സ്റ്റോമി ഡാനിയൽസ് വിശദീകരിച്ചിരുന്നു. സ്റ്റോമിയുമായുള്ള ഈ ബന്ധം മറച്ചുവെക്കാൻ 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ട്രംപ് $1.3 ദശലക്ഷം സ്റ്റോമിക്ക് നൽകിയെന്നും ഇതിനായി ബിസിനസ് രേഖകളിൽ കൃത്രിമത്വം കാട്ടിയെന്നുമാണ് കേസ്. ന്യൂയോർക്ക് കോടതിയിൽ ഹാജരായ സ്റ്റോമി 2006 ലേക്ക് ടാഗോയിലെ ഗോൾഫ് മത്സരത്തിലാണ് ട്രംപിനെ കണ്ടുമുട്ടിയതെന്നും അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അന്ന് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ട്രംപ് ദി അപ്രന്റീസ് എന്ന റിയാലിറ്റി ഷോയുടെ അവതാരകനായിരുന്നു. അതിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് ട്രംപുമായുള്ള ബന്ധം സ്ഥാപിച്ചത്. എന്നാൽ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ലെന്ന് മനസ്സിലായതോടെ താൻ ട്രംപുമായുള്ള ബന്ധം ഉപേക്ഷിച്ചെന്ന് സ്റ്റോമി കോടതിയിൽ മൊഴി നൽകി. 2016 ട്രംപ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ ഈ കഥ തന്റെ ഓർമ്മക്കുറിപ്പിന്റെ വിൽപ്പനയ്ക്ക് ഉപകരിക്കുമെന്ന് പുസ്തകത്തിന്റെ പ്രചാരണം ഏറ്റെടുത്ത കീത്ത് ഡേവിഡ്സൺ പറഞ്ഞിരുന്നു. എന്നാൽ അത് പുറത്തു പറയാതിരിക്കാൻ ഡേവിഡ്സണും ട്രംപിന്റെ അഭിഭാഷകൻ മൈക്കൽ കോഹനും ഉടമ്പടി ഉണ്ടാക്കി. അതനുസരിച്ചാണ് തനിക്ക് $1.3 ദശലക്ഷം നൽകിയതെന്നും സ്റ്റോമി കോടതിയിൽ മൊഴി നൽകിയിരുന്നു. വിനോദസഞ്ചാര യാത്ര ദുരന്തത്തിലേക്ക്. ഇന്ത്യക്കാരടക്കം ന്യൂയോർക്കിൽ ബസ് അപകടത്തിൽപ്പെട്ടു. ഇന്ത്യക്കാരടക്കം യാത്ര ചെയ്തിരുന്ന ടൂറിസ്റ്റ് ബസ് പടിഞ്ഞാറൻ ന്യൂയോർക്കിൽ അപകടത്തിൽപ്പെട്ട് കുഴിയിലേക്ക് മറിഞ്ഞ് 5 പേർ കൊല്ലപ്പെട്ടു. 21 പേർക്ക് ഇതുവരെ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇന്ത്യ, ചൈന, ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് യാത്രക്കാർ. ബഫലോ നഗരത്തിന് 48 മണിക്കൂർ കിഴക്ക് പെംബ്രോക്ക് പട്ടണത്തിനടുത്താണ് അപകടമുണ്ടായത്. US കാനഡ അതിർത്തിയിലെ നയഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്നും ന്യൂയോർക്ക് സിറ്റിയിലേക്ക് മടങ്ങുകയായിരുന്ന സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മീഡിയനിലേക്കും പിന്നീട് ഒരു കുഴിയിലേക്കും മറിയുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് തലകീഴായി മറിഞ്ഞതായി ദൃക്സാക്ഷികൾ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്തു. അപകടം നടക്കുമ്പോൾ ബസ്സിൽ ഡ്രൈവറും മറ്റു ജീവനക്കാരും ഉൾപ്പെടെ 52 യാത്രക്കാരുണ്ടായിരുന്നു. തലയ്ക്ക് പരിക്ക് സംഭവിച്ചവരെയും കൈകാലുകൾക്ക് ഒടിവ് പറ്റിയവരെയും എറിക് കൗണ്ടി മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റിയത് ഡോക്ടർമാർ പറഞ്ഞു. സ്റ്റാറ്റൻ ഐലൻഡിലെ എംവൈ ടൂർ ഇൻകോർപ്പറേറ്റഡിൽ രജിസ്റ്റർ ചെയ്ത ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന് പിന്നാലെ യാത്രക്കാരിൽ പലരും ബസ്സിന് പുറത്തേക്ക് തെറിച്ചു വീണതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. മിക്കവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. നിരവധി പേർ മണിക്കൂറുകളോളം അവശൃംഖലയിൽ കുടുങ്ങിക്കിടന്നു. നിരവധി കുട്ടികൾ ബസ്സിലുണ്ടായിരുന്നെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വാഷിംഗ്ടണിൽ കണ്ടത് അത്ഭുതകരമെന്ന് ട്രംപ്. രാജ്യ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC നിന്നും അനിശ്ചിത താമസക്കാരെ ഒഴിപ്പിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ദേശീയ സേനയെ വിന്യസിച്ചതിന്റെ നടപടി ഫലം കണ്ടു തുടങ്ങിയെന്ന് ഡൊണാൾഡ് ട്രംപ്. കുറ്റകൃത്യങ്ങൾ അവിടെ അത്ഭുതകരമായി കുറഞ്ഞെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഈ നടപടി കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തനിക്ക് പ്രചോദനമാണെന്നും അടുത്തത് ചിക്കാഗോ ആയിരിക്കുമെന്നും വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ ട്രംപ് പ്രഖ്യാപിച്ചു. പിന്നീട് ന്യൂയോർക്കിലേക്കാകും നാഷണൽ ഗാർഡ് മാർച്ച് ചെയ്യുകയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വാഷിംഗ്ടൺ DC അടുത്തിടെ ഫെഡറൽ സേനയെ വിന്യസിച്ചതിന്റെ ക്രെഡിറ്റ് ആവശ്യപ്പെട്ട ട്രംപ് തന്റെ നടപടിയിലൂടെ അവിടെ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞെന്നും പ്രഖ്യാപിച്ചു. തലസ്ഥാനത്ത് കൊലപാതകങ്ങളില്ലാത്ത ഒരാഴ്ച കടന്നുപോയതായും ട്രംപ് അഭിമാനത്തോടെ പറഞ്ഞു. ഇത് അത്ഭുതമാണെന്നും മിക്ക DC നിവാസികളും സൈനിക സാന്നിധ്യത്തെ അംഗീകരിക്കുന്നില്ലെന്ന് കാണിക്കുന്ന സർവേകളും ട്രംപ് തള്ളിക്കളഞ്ഞു. സെർജിയോ ഗോറിനെ ട്രംപിന്റെ ഇന്ത്യൻ പ്രതിനിധി. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സെർജിയോ ഗോറിനെ ഇന്ത്യയിലെ പുതിയ അമേരിക്കൻ അംബാസഡറെ നിയമിച്ച് ഡൊണാൾഡ് ട്രംപ്.
അധിക നികുതി ചുമത്തിയതിനെ തുടർന്ന് ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായതിന് പിന്നാലെയാണ് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ ഇന്ത്യയിലെ അംബാസഡർ ട്രംപ് അയക്കുന്നത്. ദക്ഷിണ മധ്യ ഏഷ്യയിലെ പ്രത്യേക പ്രതിനിധിയുടെ ചുമതലയും സെർജിയോയ്ക്ക് നൽകിയിട്ടുണ്ട്. വൈറ്റ് ഹൗസിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായാണ് സെർജിയോ ഗോർ അറിയപ്പെടുന്നത്. വൈറ്റ് ഹൗസിൽ പ്രസിഡൻഷ്യൽ പേഴ്സണൽ ഓഫീസിലെ ഡയറക്ടറാണ് ഇപ്പോൾ സെർജിയോ ഗോർ. എറിക് ഗാർസെറ്റിക്ക് പകരമായാണ് സെർജിയോ ഗോർ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെൻഡിലാണ് സെർജിയോ ഗോറിന്റെ ജനനം. പിന്നീട് അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠനം പൂർത്തിയാക്കി. ഇക്കാലയളവിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഇതുവരെ സജീവമായി. റഷ്യക്ക് ട്രംപ് വക ഭീഷണി വീണ്ടും. ഉക്രൈനിൽ സമാധാനപരമായ ഒത്തുതീർപ്പിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ ഉപരോധം വീണ്ടും ഏർപ്പെടുത്തുമെന്ന് വീണ്ടും ഭീഷണി മുഴക്കി ഡൊണാൾഡ് ട്രംപ്. പുടിനും സെലൻസ്കിയും തമ്മിൽ ഒരു നല്ല കൂടിക്കാഴ്ച ആസൂത്രണം ചെയ്തിട്ടില്ലെന്നും ഇരുവരും എണ്ണയും വിനാഗിരിയും പോലെയാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ വിരട്ട്. അലാസ്കയിൽ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞ് മോസ്കോയുടെ തുടർ നടപടികളിൽ താൻ നിരാശനാണെന്ന് ട്രംപ് പറയുന്നു. നമ്മൾ എന്ത് ചെയ്യണമെന്നത് താൻ തീരുമാനിക്കും. അത് വളരെ പ്രധാനപ്പെട്ട തീരുമാനമാകും. അത് വൻതോതിലുള്ള ഉപരോധങ്ങളോ താരിഫുകളോ അല്ലെങ്കിൽ രണ്ടും വേണമോ വേണ്ടയോ എന്നൊക്കെയാകാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഈ ആഴ്ച ഉക്രൈനിലെ ഒരു അമേരിക്കൻ ഫാക്ടറിയിൽ റഷ്യൻ ആക്രമണം നടന്നതിലും ട്രംപ് അസന്തുഷ്ടി പ്രകടിപ്പിച്ചു. ആരും നിയമത്തിന് അതീതരല്ല, FBI അതിന്റെ പണി ചെയ്യുമെന്ന് FBI ഡയറക്ടർ കാഷ് പട്ടേൽ. വെള്ളിയാഴ്ച പുലർച്ചെ ഡൊണാൾഡ് ട്രംപിന്റെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും വിമർശകരുമായ ജോൺ ബോൾട്ടന്റെ മേരിലാൻഡിലെ ബെഥസ്തയിലുള്ള വീട്ടിലും പിന്നീട് ഓഫീസിലും FBI ഏജന്റുമാർ റെയ്ഡ് നടത്തി. രഹസ്യ രേഖകൾ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് റെയ്ഡെന്ന് അധികൃതർ വ്യക്തമാക്കി. ആരും നിയമത്തിന് അതീതരല്ലെന്നും FBI ഏജന്റുമാർ തങ്ങളുടെ ദൗത്യം തുടരുകയാണെന്നുമാണ് FBI ഡയറക്ടർ കാഷ് പട്ടേൽ എക്സിൽ വ്യക്തമാക്കിയത്. ഐക്യരാഷ്ട്രസഭയിലെ US അംബാസഡറായിരുന്ന ബോൾട്ടൺ ഡൊണാൾഡ് ട്രംപുമായി ആദ്യ ടൈമിൽ തെറ്റിപ്പിരിക്കുകയും 2019 ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പദവിയിൽ നിന്നും പുറത്താക്കപ്പെടുകയുമായിരുന്നു. ICECH പ്രഥമ പിക്കിൾ ബോൾ ടൂർണമെന്റിൽ മിന്നും ചെയ്യാം. ബാഡ്മിന്റന്റെയും ടെന്നീസിന്റെയും വകഭേദമായ ICECH പിക്കിൾ ബോൾ ടൂർണമെന്റ് പ്രഥമ മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ എത്തിയത് 25 ടീമുകൾ. പ്രഥമ ടൂർണമെന്റിൽ ഹൂസ്റ്റൺ സെന്റ് ജോസഫ് സീറോ മലബാർ ചർച്ച്, സെന്റ് ജെയിംസ് കാനായ ചർച്ച്, സെന്റ് തോമസ് CSI ചർച്ച് ടീമുകൾ ജേതാക്കളായി എവർറോൺ ട്രോഫികളിൽ മുത്തമിട്ടു. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓഫ് ഹൂസ്റ്റന്റെ ആഭിമുഖ്യത്തിലാണ് മത്സരങ്ങൾ നടന്നത്. ഹൂസ്റ്റൺ ട്രിനിറ്റി സെന്ററിൽ നടന്ന ആ ടൂർണമെന്റ് ICECH പ്രസിഡന്റ് റവറന്റ് ഫാദർ ഡോക്ടർ ഐസക് B പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഷാജൻ ജോർജ്, ട്രിനിറ്റി മാർത്തമ്മ ഇടവക വികാരി റവറന്റ് ജിജു M ജേക്കബ് എന്നിവരും പങ്കെടുത്തു. സമ്മാനദാന ചടങ്ങിൽ വിജയികൾക്ക് സ്റ്റാറ്റ്ഫോർഡ് സിറ്റി മേയർ കെൻ മാത്യു ട്രോഫികൾ നൽകി. മിസോറി സിറ്റി മേയർ റോബിൻ ഇലക്കാട്ട്, ഫോർട്ട് ബെൻഡ് കൗണ്ടി ഡിസ്ട്രിക്ട് ജഡ്ജ് സുരേന്ദ്രൻ പട്ടേൽ എന്നിവരും പങ്കെടുത്തു. കീനിന്റെ ഫാമിലി നൈറ്റ് പ്രോഗ്രാം കിക്ക് ഓഫ് നടന്നു. കേരള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് അസോസിയേഷൻ ഓഫ് നോർത്ത് ഈസ്റ്റ് അമേരിക്കയുടെ ഫാമിലി നൈറ്റ് പ്രോഗ്രാമിന്റെ കിക്ക് ഓഫ് ന്യൂജേഴ്സിയിലെ എഡിസണിലുള്ള ഷെറാട്ടൺ ഹോട്ടലിൽ ഗംഭീരമായി നടന്നു. കീൻ ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് ജേക്കബ് തോമസ്, സ്റ്റുഡന്റ് അഫയേഴ്സ് ചെയർ ഡോക്ടർ സിന്ധു സുരേഷ്, ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പർ ലിസ ഫിലിപ്പ് എന്നിവരും പങ്കെടുത്തു. 150 പരം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ എഞ്ചിനീയറിംഗ് പഠനത്തിനുള്ള സ്കോളർഷിപ്പുകൾ കീൻ നൽകി വരുന്നു. എഞ്ചിനീയറിംഗ് പഠനത്തിന് കുട്ടികൾക്ക് ഉള്ള മാർഗനിർദ്ദേശങ്ങൾ, ഫാക്ടറി ടൂറുകൾ, ജോബ് പ്ലേസ്മെന്റുകൾ തുടങ്ങി അനേകം പദ്ധതികളും കീൻ ഒരുക്കിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് USA കാനഡ ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.